നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഐ ആം കലാം കെ ബഹാനെ. അതിൽ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, മിഹിർ ലേഖകൻ, പിന്നെ മോർപാല്. മോർപാല് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത് സ്കൂളിലേക്ക്. പിന്നെ മിഹിർ നല്ല സാമ്പത്തിക കുടുംബത്തിൽ നിന്നാണ്. പിന്നെ രണ്ടുപേരെയും കൂട്ടുകെട്ടുന്നത് അവര് രണ്ട് വ്യത്യാസം പലരും പഠിക്കാൻ തിരിച്ചായിരുന്നൊന്നും യൂണിഫോം ഒരു യൂണിഫോം 15 കിലോമീറ്റർ അത്ര ദൂരം നിന്നാണ് അവൻ സ്കൂളിലേക്ക് വന്നിരുന്നത്. എല്ല് മുറിയെ പണിയെടുത്തിട്ടാണ് അവൻ സ്കൂളിലേക്ക് വന്നിരുന്നത്. അപ്പൊ അവന്റെ വീട്ടിലത്തെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. അവന് ആകെ ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ. സ്കൂളിലേക്ക് ഇട്ടിരുന്ന ആ ഡ്രസ്സ് തന്നെ അവന് എല്ലാ പരിപാടിക്കും ഇട്ടിരുന്ന. അത് നേരെ തിരിച്ച് മിഹിറാണിച്ച നല്ല പണമുള്ള വീട്ടിൽ നിന്നാണ് അവൻ വന്നിരുന്നത്. അപ്പൊ പക്ഷെ അവരെ കൂട്ടുകെട്ട് അങ്ങനെ വേർതിരിവ്, ഗരീബോ അമീറോ, പൈസ ഉള്ളവരോ പൈസ ഇല്ലാത്തതിന്റെ അങ്ങനത്തെ ഒരു വേർതിരിവ് അവർ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല കൂട്ടുകാരായിരുന്നു. അപ്പൊ അതാണ് മിഹിർ, ലേഖകന്റെ കുട്ടിക്കാലം. അപ്പൊ അങ്ങനെ അവിടെ നമ്മളുടെ കഥ അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ ഇന്നലെ നിർത്തി വെച്ച് കാണാൻ പോവാണ്. അപ്പൊ ഇതിൽ രണ്ട് ഉനി വിലോമോ കെ ബാരേ ബാത് കർത്തി ഹെ. എന്റെ കുട്ടിക്കാലം ഈ സിനിമയിലുള്ള കാര്യങ്ങളും ഏകദേശം വിപരീതം പോലെയാണ്. എന്താണ് വിപരീതം? വിലോം പറഞ്ഞ വിപരീതം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ കഥയിൽ കണ്ടത് എന്തായിരുന്നു? മോർപാലിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നു, മിഹിറിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. യൂണിഫോം ഇഷ്ടമായിരുന്നു മോർപാലിന്, മറ്റോന് മിഹിറിന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് വിപരീതമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഈ സിനിമയിലും ഈ ഫിലിം ഉനി വിലോമോ കെ ബാരേ ആ വിപരീതം പോലത്തെ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ സിനിമയിലും പറയണത്. ജിൻസെ മേരെ ബച്പൻ കെ സബ് കിസ്സെ ബനെ ഹെ. എന്റെ കുട്ടിക്കാലത്തെ എല്ലാ സംഭവങ്ങളും ഈ സിനിമയിലും ഞാൻ കണ്ടു. ഹമാര നായക് കലാം. അപ്പൊ ഇവിടെ നായകൻ ആരാണ്? കലാം. ചായ കി ദുക്കാൻ മേ കാം കർത്താ ഹെ. അപ്പൊ ഇവിടെ ഹീറോ ആരാണ് ഈ സിനിമയിലത്തെ? കലാം പറഞ്ഞ ഒരു കുട്ടിയാണ്. അവന് എവിടെ പണി ചെയ്യണ്? ചായ കി ദുക്കാൻ. ചായ കി ദുക്കാൻ മാലം ക്യാ ഹെ? ചായ എന്താ നമ്മള് തട്ടുകടയൊക്കെ അല്ലേ, പീടിയൊക്കെ, ചായന്റെ അതിൽ പണിയെടുക്കണു. ഉസ്ക സപ്ന ഹെ സ്കൂൾ ജാന, ടിവി മേ ദേഖെ ലംബെ ബാലോ വാലെ രാഷ്ട്രപതി കലാം സാ ബന്ന. അവന് സ്വപ്നം എന്തായിരുന്നു? സപ്ന സ്കൂൾ ജാന, അവന് സ്കൂൾ പോണം. പിന്നെ ടിവിയിൽ കണ്ടിരുന്ന് ലംബെ വാല, നമ്മൾ പാഠം തുടങ്ങിയപ്പോ കണ്ടൂല്ലേ നമ്മുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അതേപോലെ നീണ്ട ലംബെ വാല, നീണ്ട മുടിയുള്ള രാഷ്ട്രപതിന്റെ പോലെ എനിക്കും ആവണം, ഉയരങ്ങളിൽ എത്തണം. കലാം സബൻ, ആ കലാമിന്റെ പോലെ ആവണമെന്ന്.
लेकिन फिल्म में एक और बच्चा भी है, ഠാണി കെ റാണ കാ ബേട്ട രൺവിജയ്. അപ്പൊ എന്താണ്, ആ സിനിമയില് ഒരു കുട്ടിയും കൂടി ഉണ്ട്. ആരാണ്? ഠാണി. ഠാണി പറഞ്ഞ ആ ഗ്രാമത്തിൽ, ആ ഗാവ്, ആ ഗ്രാമത്തിലുള്ള എന്താണ്, റാണ കാ ബേട്ട, ഒരു റാണ जिम्मेवार का बेटा रणविजय. जाते ही पसंद रणविजय को परीक्षा का डर दिखाकर भयभीत करता है. അപ്പൊ എന്താ പറയണത്, ഇവന് രൺവിജയിന് സ്കൂളിൽ പോവാന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ആദ്യത്തെ കഥയിൽ കണ്ടത് എന്താ, മിഹിറിന് ഇഷ്ടമില്ലാത്ത പോലെ തന്നെയാണ് ഇവിടെയും എന്തായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ത്, സ്കൂളിൽ പോവാന്. പരീക്ഷ പറയണത് എന്തായിരുന്നു, വിജയ് ജിസ് സ്കൂൾ ജാന കത്തേ പറഞ്ഞ ബിൽക്കുൽ, ഒരിക്കലും ഇഷ്ടമില്ലാത്ത. ഇവിടെ കലാം ചായക്കടയിൽ നിൽക്കണ ആ കുട്ടിക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. അലബ് ജീവൻ ഓർ ബെഹത്തർ ജീവൻ, ബെഹത്തർ ജീവൻ ഇതിനും നല്ല, ഈ ചായക്കടയിൽ നിൽക്കുന്നതിന് പകരം നല്ല ജീവിതം ആണ് ആഗ്രഹിക്കുന്നത്. फिल्म के संवाद भी बड़े मजेदार है. അപ്പോ ഫിലിം മേ ഇൻ ദോനോ ബച്ചോं की पहली मुलाकात, എന്താണ്, ഈ ഫിലിമിലും കുട്ടികളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച, മുലാഖാത്ത് പറഞ്ഞ ആദ്യത്തെ കൂടിക്കാഴ്ച എങ്ങനെയാണ്, कि वक्त के संवाद भी बड़े, സമയത്ത് അവര് തമ്മിലുള്ള സംവാദം, വർത്തമാനം, വാർത്താലാപം, കോൺവെർസേഷൻ എന്നൊക്കെ പറയില്ലേ, അപ്പൊ അവരെ മുലാഖാത്ത്, അവര് തമ്മിലുള്ള കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു, ബഡേ മസേദാർ, നല്ല രസകരമായി. और खास इशारा करते हैं, और खास. അപ്പൊ നിങ്ങൾ ആദ്യത്തെ കഥയിൽ എങ്ങനെയായിരുന്നു, ഇവിടെ എങ്ങനെയാണ് എന്താണ് അറിയാത്തത്, तेरे को पेड़ पर चढ़ना आता है, എനിക്ക് മരത്തിൽ കയറാൻ അറിയുമോന്ന്. രൺവിജയൻ, അമ്മേ घोड़े पर चढ़ना आता है, എനിക്ക് घोड़े പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറാൻ അറിയാം. ആപ്പോ സവാരി ആത്തി ഹെ, കുതിരയിലും സവാരി ചെയ്യാൻ അറിയോന്ന്. അപ്പൊ കലാം ചോദിക്കുക, പറയാണ്, मेरे को ऊंट पर चढ़ना आता है, तेरे को क्या ऊंट की दवा करनी आती है. നിനക്ക് എന്താണ് ഊട്ടിന്റെ മുകളിൽ കയറാൻ അറിയോ? ഊട്ട് പറഞ്ഞു, തേരെക്കുറിക്കായി ചികിത്സിക്കാൻ അറിയോ. അപ്പൊ ഒരാൾക്ക് എന്താ പറയാ, അംഗ്രേസി വായിക്കാൻ അറിയില്ലേ ചോദിക്കുന്നുണ്ട്.
കേറാൻ. അപ്പൊ വിജയ് ചോദിക്കാണ്, കുതിരപ്പുറത്ത് അറിയോ? ഇവരെ വർത്താനം അങ്ങനെ ഇവരെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഗുഡ് സവാരി. അപ്പൊ ഒരാൾക്ക് കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ അറിയില്ല, അപ്പൊ ഞാൻ പഠിപ്പിച്ചു തരാ പറയും. മറ്റോനോ കലാമിന് മരത്തുമേ കയറാൻ അറിയാം, അപ്പൊ അത് ഞാൻ പഠിപ്പിച്ചു തരാ പറയും. അങ്ങനെ ഇവരെ പഠിപ്പിക്കണേന്റെ ലേന്തീൻ. ലേന്തീൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇപ്പൊ അദലാ ബദലി പറഞ്ഞില്ല, അവിടെ ഭക്ഷണം അദലാ ബദലി ചെയ്തിട്ടാണ് അവരെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. ഇവിടെ ലേന്തീൻ പറഞ്ഞ ഞാന് എന്താണ് കുതിരപ്പുറത്ത് സവാരി പഠിപ്പിച്ചു കൊടുക്കും, കലാം എന്ത് ചെയ്യും മരത്തുമേ കയറാനുള്ള. അങ്ങനത്തെ ലേന്തീൻ എക്സ്ചേഞ്ച് ആണ്. അങ്ങനെയാണ് ഇവരെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. फिल्म के किस्सों में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एक तरफा प्रेम का भी है. അപ്പൊ ഫിലിമില് എന്താണ് കുറെ കിസ്സേ, എന്താണ് एक यादगार ഓർമ്മപ്പെടുത്തുന്നത് ഒരു കാര്യം കൂടി ഉണ്ട്. എന്ത് ഒരു സംഭവം? चाय की दुकान चलाने वाले के अधूरे एक तरफा प्रेम का भी और उस लड़के का भी जो सुदूर बिहार में बैठा अमिताभ की फिल्में देख देख कर उनकी नकल करके खुद अमिताभ हो जाना चाहता है. അപ്പോ എന്താണ് അവന് ഫിലിം കി കിസ്സോങ്കോ, ഫിലിം തന്നെ കുറെ കിസ്സകളുണ്ട്. അതില് ചായ നടത്തണ ആള് അധൂരെ, അധൂരെ പറഞ്ഞ അപൂർണമായ, പൂരാ നെയ് ഹോജോ, അധൂര പറഞ്ഞ പകുതി പൂർത്തിയാക്കാത്തത്. ഏക് തരഫ, ഒരു ഭാഗത്ത് പ്രേം കാവ്യ സ്നേഹത്തിന്റെ, और उस लड़के का भी है जो सुदूर, സുദൂർ പറഞ്ഞ കൊറേ ദൂരെ, ബിഹാർ പറഞ്ഞ ഒപ്പല്ലാത്ത ഭൂമി, ബേട്ട അമിതാഭ്. അപ്പം എന്താണ് അമിതാഭ് ബച്ചൻ ഇല്ലേ, അമിതാഭ് ബച്ചന്റെ സിനിമകൾ കണ്ടിട്ട് അതിന്റെ പോലെ അഭിനയിച്ച് അതൊക്കെ നക്കൽ കർക്കെ ഖുദ് അമിതാഭ് ഹോനാ ചാഹത്താ ഹൈ. നക്കൽ പറഞ്ഞ കോപ്പി അടിച്ചിട്ട് അതുപോലെ അമിതാഭിന്റെ പോലെ അഭിനയിക്കാൻ ശ്രമിക്കുന്നു. കുട്ടി കൊറേ ബിഹാഡ് പറഞ്ഞാൽ എന്താണ്, ആക്ടറാണ്. അപ്പോ അയാളുടെ പോലെ നല്ല അഭിനയോ അയാളുടെ പോലെ അഭിനയിച്ച് കാണിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. बस एक फर्क है, फिल्म में कलाम दिल्ली में भी पहुंचता है और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. ബസ് വ്യത്യാസം എന്താണ്? സിനിമയിലത്തെ കലാം ഉയരങ്ങൾക്ക് എത്തുന്നുണ്ട്. ചായക്കടയിൽ നിൽക്കണ കുട്ടി ഡൽഹിയിൽ എത്തണു. അപ്നി പസന്ത് കെ, അവന്റെ ഇഷ്ടമുള്ള സ്കൂളിൽ അവൻ പഠിക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ട്. മോക്കാ ഭീ മിൽത്താ ഹെ, മോക്ക അവന് ഡൽഹി പോയിട്ട് അവന്റെ ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ലേക്കിൻ മേരെ ബച്പൻ മേ ऐसा नहीं होता. പക്ഷെ എന്റെ കുട്ടിക്കാലം, മിഹിർ പറയാണ്, എന്റെ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നില്ല മോർപാലിന്റെ ജീവിതം. എങ്ങനെയാണ് രൺവിജയും കലാമിന്റെ ജീവിതത്തിൽ, കലാം ഉയരങ്ങളിൽ എത്തി, ദില്ലിയിൽ പോയി എത്തി, അവൻ ആഗ്രഹിച്ച ജീവിതം അവന് കിട്ടി. പക്ഷെ മോർപാൽ കാ സ്കൂൾ 8വീं के बाद छूट जाता है. 8വീं പറഞ്ഞ 8ാം ക്ലാസ്സിൽ തന്നെ ചുടുവാ ദിയാ ജാത പറഞ്ഞ ചുടുവ പറഞ്ഞ അവന് പഠിക്കാനുള്ള അവിടെ സാമ്പത്തിക സ്ഥിതി മോശമായോണ്ട് അവനോട് വീട്ടിലത്തെ പണിയൊക്കെ അവന് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അവനോട് പഠിക്കാൻ പോണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് ചുടുവാ ദിയാ ജാത്ത ഹെ. और वह अपने पिता की तरह आज भी वहीं खेती मजदूरी करता है. ഇന്ന് അവന്റെ പിതാജീന്റെ ഒപ്പം എന്ത് ചെയ്യണു? ഖേത്തി മസ്ദൂരി, വയലിലും നല്ല കഠിന പരിശ്രമമൊക്കെ ചെയ്ത് ഇന്നും എന്താണ് പണിയെടുത്തോണ്ട്. ഇസ്ലിയെ മേരെ ലിയെ, എന്താ പറയണ? ഇസ്ലിയെ മേരെ ലിയെ കലാം കി കഹാനി 100 से 1 की कहानी है. ഈ കലാമിന്റെ കഥ
100 കഥകളിൽ നിന്ന് ഒരു കഥയാണ് എന്റെ ജീവിതത്തിന് സെയിം ആയിട്ടുള്ള പോലെ കഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹമേ ബാക്കി 99 എന്താ 99 പറഞ്ഞ 99 100%. കഹാനിയോ കോ കഭി ഭൂൽനാ നഹി ചാഹിയെ 99 കഥകള് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഭൂൽനാ നഹി ചാഹിയെ ജോ ഹമാരെ ബച്പനോ മേ ഹെ കുട്ടിക്കാലത്ത് ഉള്ള പോലെയാണ്. കലാം की कहानी 100 में 1 की कहानी है. हमें बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपनों में है. അപ്പോ നമ്മളുടെ 99% 99 പറഞ്ഞ 99% കഥകളും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മുടെ കുട്ടിക്കാലത്ത്. അപ്പോ ഈ സിനിമ കണ്ടപ്പോൾ എന്താണ് മിഹിറിന് തോന്നിയത്? എന്റെ കുട്ടിക്കാലമുള്ള മോർപാലിന്റെ പോലെയുള്ള കഥേനെയാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? കലാം ഉയരങ്ങൾക്ക് എത്തി, പക്ഷെ മോർപാല് എന്താണ് 8ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയുള്ളൂ. ഫിലിം മേ ഹമാരെ നായക അസൽ നാം, ഫിലിമിന്റെ നായകൻ ആരാണ്? കലാം എന്നാണ് പറയുന്നത്. പക്ഷെ ആ കുട്ടീന്റെ ശരിക്കുള്ള അസൽ നാം പറഞ്ഞ എന്താണ്? ശരിക്കുള്ള പേരെന്തായിരുന്നു? കലാം നഹി ഹെ. എന്താണ് ശരിക്കുള്ള പേര്? കലാം അല്ല. ഠാണി പർ കാം കർണേ വാലെ, ഠാണി പറഞ്ഞ ആ പ്രദേശത്ത്, ആ ഗ്രാമത്തില്, ഠാണി പറഞ്ഞ ഗ്രാമത്തില് പണിയെടുക്കണോര് എന്താണ് അവനെ വിളിച്ചേരുന്നത്? ഇപ്പൊ ചെറിയ കുട്ടിയാകുമ്പോ നമ്മള് കുഞ്ഞു മോനു എന്നൊക്കെ വിളിക്കൂലേ, അതുപോലെ ഓമന പേരിട്ടതാണ് ചോട്ടു. എല്ലാരും അവന് പണിയെടുക്കണ കണ്ടിട്ട് അങ്ങനെയാണ് അവന് ആ പേര് വന്നത്, ചോട്ടൂന്ന്. ठाणी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते थे. പേര് നമ്മൾ കണ്ടില്ലേ, മോനെ മോനു എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലെ അവനൊരു പേരിട്ടതാണ് എല്ലാരും കൂടി ആ ഗ്രാമത്തിലത്തെ ആൾക്കാര് ചോട്ടു. उसकी माँ जैसलमेर के किसी सुदूर देहात से आकर उसे भाटी सा की चाय की थड़ी पर काम करना. ജയ്സൽമേർ രാജസ്ഥാനിലുള്ള സ്ഥലമാണ്. ജയ്സൽമേർന്ന് കുറെ ദൂരത്തുനിന്ന്, ഗ്രാമത്തുനിന്ന് അവനെ ഈ തട്ടുകടയില്, ഭാട്ടി സി ചായ്, ചായന്റെ തട്ടുകടയിലേക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവനെ വിട്ടുപോയതാണ്. അപ്പോ ഇവിടെ അവന്റെ വീട്ടിലത്തെ സ്ഥിതി ഭയങ്കര മോശമാണ്. പക്ഷെ അവന് അത് എല്ലാം ആ ബുദ്ധിമുട്ടുകളൊക്കെ, കടമകളൊക്കെ കടന്നു ചെന്ന് ആ ബുദ്ധിമുട്ടൊക്കെ ക്രോസ് ചെയ്തിട്ട് അവൻ വലിയൊരു ആള് ആവണം എന്ന് അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ആരെ പോലെ? നമ്മുടെ രാഷ്ട്രപതി കലാമിന്റെ പോലെ ഉയരങ്ങളിൽ എത്തണം എന്നൊരു സ്വപ്നം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അവന്റെ അമ്മ ജയ്സൽമേരിൽ നിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് അവനെ ഈ ഗ്രാമത്തില് ഒരു ചായക്കടയില് പണിയെടുക്കാൻ ഇവിടെ വിട്ടുപോയതാണ്, ആക്കി പോയതാണ് ഈ കടയില്. വ അംഗ്രേസി തോ ക്യാ ഹിന്ദി ബി ठीक से नहीं जानती. എന്താണ്? ഇംഗ്ലീഷ് പോട്ടെ, ഹിന്ദിയും ശരിക്ക് അറിഞ്ഞിരുന്നില്ല അവന്റെ അമ്മയ്ക്ക്. ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹി ജീനാ ചാഹ. ചോട്ടുവിന് ചോട്ടു ചെറുതായിട്ട്, ചോട്ടു പറഞ്ഞ ചെറുത്, ചോട്ടു ആയിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അവന്. ഖുദ് ഹി അപ്നാ നാം കലാം രഖ് ലേതാ ഹൈ. അവൻ സ്വയം തന്നെ അവന്റെ പേര് എന്ത് വെക്കുന്നു? കലാം. അപ്പൊ അവന് ആരെ പോലെ ആവണമെന്നായിരുന്നു അവന്റെ സ്വപ്നം? കലാമിന്റെ പോലെ. അപ്പൊ അവന് കലാമിന്റെ പോലെ ഉയരങ്ങളിലേക്ക് എത്തണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം. അപ്പോ ഇസ്നാം, അതുകൊണ്ടാണ് അവൻ സ്വന്തം തന്നെ അവന്റെ പേര് എന്ത് വെച്ചു? കലാം. ഇസ്നാം മേ ഉസ്കി ആകാംക്ഷാവും, ആകാംക്ഷ പറഞ്ഞാല് അവന്റെ ആഗ്രഹങ്ങളും ഒക്കെ, അവന്റെ സ്വപ്നങ്ങളൊക്കെ ഇതിന്റെ പേരിൽ തന്നെ, ആ പേര് ഓർമ്മ വരുന്നതിന് അവന്റെ സ്വപ്നങ്ങളിലൊക്കെ അവൻ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഉസ്കെ സാത്ത് ഹി ബനായി ചായ് മേ ജാദു ഹെ. എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായയില് എന്താണ്? മാജിക് ഉണ്ടായിരുന്നു. അത്രയും ടേസ്റ്റ് ആയിരുന്നു അവന്റെ ചായ. ഭാട്ടി സാബി ഉസ്കി കലാകാരി കി വാ വാ കർത്തി നഹി തക്തി. ആ തട്ടുകടയിലുള്ള പീടിയിലത്തെ ആൾക്കാരും അവന്റെ ഈ കലാകാരിക്ക് വാഹ് വാഹ് അവനെ എപ്പോഴും പുകഴ്ത്തിയിരുന്നു. ഭക്തി പറഞ്ഞാൽ ഒരിക്കലും ക്ഷീണിച്ചിരുന്നില്ല. അത്രയും ടേസ്റ്റ് ഉള്ള ചായയാണ് അവൻ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പൊ അവന്റെ ഈ കൈപുണ്യം, കലാകാരി പറഞ്ഞ ഈ കൈപുണ്യം എല്ലാരെയും പുകഴ്ത്തി പറഞ്ഞിരുന്നു. ആരും ക്ഷീണിച്ചില്ല, എത്ര പറഞ്ഞാലും അത് മതിയില്ല. അത്രയും ടേസ്റ്റ് ആയിരുന്നു അവന്റെ
ചായ. जगह ऐसी है कि विदेशी टूरिस्ट बहुत आते. ആ തട്ടുകട ആ ചായ പീടിക ഉള്ളത് എവിടെയാണ്? ആ പ്രദേശത്ത് ടൂറിസ്റ്റ് ആൾക്കാർ കുറെ വരുന്നത് വിദേശി ടൂറിസ്റ്റ്, വിദേശി പറഞ്ഞ പുറത്ത് ഫോറിനേഴ്സ് വരുന്ന സ്ഥലമായിരുന്നു. കലാം സീഖ്നെ മേ തേജ് ഥാ. എങ്ങനെയായിരുന്നു? കലാം എന്ത് കണ്ട വേഗം പഠിച്ചിരുന്നു. झट से उसकी बोली सीख जाता था. ഏത് ഭാഷയും കണ്ടാല് പെട്ടെന്ന് झट से പെട്ടെന്ന് പഠിച്ചിരുന്നു. और जल्दी ही विदेश में आई, विदेश से आई. അങ്ങനെ ഒരു ദിവസം എന്താണ് ഫോറിനർ, ഒരു വിദേശി പറഞ്ഞ വേറെ ഗൾഫ് രാജ്യത്ത് നിന്ന് വന്ന ലൂസി മാഡം കാഭിത്തിൽ ജീത്താഹെ. അങ്ങനെ ഒരു ടൂറിസ്റ്റ് വന്നു അവിടെ. മാഡത്തിന്റെ പേരെന്തായിരുന്നു? ലൂസി. അവരുടെ ഹൃദയം അവര് ജയിച്ചു. लूसी मैडम वादा करती है कि वे उसे अपने साथ दिल्ली लेकर जाएंगी. ലൂസി മാഡം എന്താണ് വാദ പ്രോമിസ് ചെയ്യുന്നത്? വാദ പറഞ്ഞ ഒരു ദിവസം നിന്നെ ഞാൻ നിന്റെ കൂടെ എവിടേക്ക് കൊണ്ടുപോകും? ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ദില്ലി ഇന്ത്യയുടെ തലസ്ഥാനമാണ് ദില്ലി. അപ്പൊ അവന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, ദില്ലിയിലാണ് രാഷ്ട്രപതി കലാമൊക്കെ ഉണ്ടാവുക അല്ലെ, പ്രധാനമന്ത്രിയൊക്കെ. അപ്പൊ അതുപോലെ തന്നെ അവനും ദില്ലിയിൽ എത്തണം. അപ്പൊ ടൂറിസ്റ്റ് ലൂസി മാഡം എന്താ അവനോട് പ്രോമിസ് ചെയ്തത്? അവനെ എന്തായാലും ദില്ലി കൊണ്ടുപോകും. ദില്ലി മേ ഡോക്ടർ കലാം ഹെ, ജിൻസെ മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് കഹന. ശരിക്കുള്ള രാഷ്ട്രപതി കലാം ഡൽഹിയിലുണ്ട്. ഇവിടുത്തെ കലാം ചോട്ടു കലാം, നമ്മളുടെ തട്ടുകടയിലത്തെ ചായപ്പീടിയിലത്തെ കലാമിന് രാഷ്ട്രപതി കലാമിനോട് എന്തൊക്കെ പറയാനുണ്ട്. കുച്ച് കെഹന ഹെ. അപ്പോ ഡോക്ടർ കലാം പറയണത് രാഷ്ട്രപതി കലാം. ജിൻസെ മിൽക്കർ ഹമാരെ കലാം, നമ്മളുടെ കലാം ഏതാണ്? ചോട്ടു കോ കുച്ച് കെഹന ഹെ. കുറച്ച് എന്തൊക്കെ പറയണമെന്ന്. അപ്പൊ ഇതാണ് ഇവിടെ സ്റ്റോറി. എങ്ങനെയാണ് എന്താണ് അവന് പഠിക്കുന്നത്? അവന് ഭാഷയൊക്കെ പെട്ടെന്ന് പഠിക്കും. ലഗാത്തെ ഹെ എന്താണ്? കുച്ച് കെഹന ഹെ. അപ്പോ അവന് എന്തൊക്കെ പറയാണ്ട് കലാം. ഏക് ദിൻ രൺവിജയ് സ്കൂൾ മേ. അങ്ങനെ അവന്റെ ആഗ്രഹം. ഇപ്പൊ അവനെ കുറിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത് ഈ പാരഗ്രാഫിൽ കേട്ടോ. ഫിലിം കെ ബാരെ മേ നമ്മള് ഈ പാരഗ്രാഫ് കണ്ടില്ലേ? ആ പാരഗ്രാഫിൽ അവന്റെ ശരിക്കുള്ള പേര് ചോട്ടുവാണ്. അവന് കലാം, രാഷ്ട്രപതി കലാമിന്റെ പോലെ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ സ്വന്തം പേര് കലാം എന്ന് വെച്ചത്. അങ്ങനെ അവന് ചായക്കടയിൽ പണി ചെയ്യണ ആ സ്ഥലത്ത് എന്താണ് കുറെ ടൂറിസ്റ്റുകാർ വരും. അവിടെ ലൂസി മാഡം വന്ന് അങ്ങനെ അവൻ കുറെ ഭാഷകളൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ലൂസി മാഡം പറയേണ്ട അവനെ ദില്ലിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ദിവസം ഏക് ദിൻ രൺവിജയ് को उसके स्कूल में भाषण देने के लिए कहा जाता है. അങ്ങനെ ഒരു തിരിച്ചു വരികയാണ് നമ്മള് സ്കൂൾ ലൈഫിൽ. രൺവിജയിന് ഒരു ദിവസം എന്താണ് സ്പീച്ച്, ഭാഷൺ, പ്രസംഗം പറയാന് സ്കൂളില് ടീച്ചേഴ്സ് പറഞ്ഞു. രൺവിജയ് പരേഷാൻ ഭയങ്കര ടെൻസ്ഡ് ആയി. അവന് ആകെ ക്യൂങ്കി ഉസ്കി ഹിന്ദി ഇത്തിനി അച്ഛി നെയ്. എന്തുകൊണ്ടാണ്? അവന്റെ ഹിന്ദി ഇത്ര പോരാ, ഭയങ്കര മോശാണ്. കലാം യഹ് ജാൻതാ ഹെ और झट एक अच्छा सा भाषण लिख अपने दोस्त रणविजय को ദേ ദേത്താ ഹെ. അപ്പൊ ഇവന്റെ ഹിന്ദി രൺവിജയ് എന്താണ് പഠിക്കാനും അവന് ദേഷ്യമായിരുന്നു, പഠിക്കാൻ സ്കൂളിൽ പോകാനും ഇഷ്ടമുണ്ടായിരുന്നു. പരീക്ഷ പറയുമ്പോ തന്നെ പേടിയായിരുന്നു. പക്ഷെ ഇവിടെ ചോട്ടുന് നല്ല പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു, അവനെല്ലാം അറിയുകയും ചെയ്തിരുന്നു. അപ്പൊ രൺവിജയ് പരേഷാൻ ക്യോങ്കി ഉസ്കി ഹിന്ദി. എന്തുകൊണ്ടാണ് പരേഷാൻ? അവന്റെ ഹിന്ദി ഇത്ര പോരാ, വീക്കാണ് ഹിന്ദി. ക്യോങ്കി ഉസ്കി ഹിന്ദി ഇത്തിനി അച്ഛി നഹി, ഇത്ര പോരാ. कलाम यह जानता है और झट एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है. എന്താ പറയണ? इतनी हिंदी इतनी अच्छी नहीं. कलाम यह जानता है झट एक अच्छा सा. പക്ഷേ ചോട്ടുവിന്റെ ഹിന്ദി നല്ലതിനാ. പെട്ടെന്ന് झट से പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രസംഗം എഴുതി കൊടുക്കും. दोस्त रणविजय को दे देता है. रणविजय प्रथम पुरस्कार पाता है. അതില് ഫസ്റ്റ് പ്രൈസ് നേടുന്നുണ്ട്. ഈ കുട്ടിയാണിപ്പോ ചോട്ടു. എന്താണ്? അവൻ ചായക്കടയിലാണ് നിൽക്കുന്നത്, പണി എടുക്കുകയാണ്. പക്ഷെ അവൻ സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവന്റെ ഫ്രണ്ട്ഷിപ്പ് ആയപ്പോ ഇവനോട് ഹിന്ദിയില് പ്രസംഗം എഴുതി തരാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് എഴുതി തരികയാണ്. അങ്ങനെ
പെട്ടെന്ന് എഴുതി തന്നിട്ട് അവന് ഫസ്റ്റ് പ്രൈസ് കിട്ടും ചെയ്യുന്നുണ്ട്. रणविजय प्रथम पुरस्कार पाता है. इस बीच राणा के करिंदे कलाम के घर तलाशी लेने आते हैं. റാണ അങ്ങനെ ഇവന് എന്താണ് ഫസ്റ്റ് പ്രൈസ് അങ്ങനെ ഒരു ദിവസം വിജയന്റെ പിതാജി ഇവര് സേവകന്മാര് പണിക്കാരൊക്കെ ഉണ്ടാവില്ലേ അവര് തലാശി തലാശി എന്ന എന്തോ വേണ്ടിയാണ്. രാജകുമാരൻ രൺജിത്തിന്റെ പിതാജിയാണ്. തലാശിയിലെ കുറെ കൃത്യമായ कलाम तो सिर्फ കലാം ഹെ. കലാം എന്താണ്? കലാം തന്നെയുള്ളൂ. അവന് പാവപ്പെട്ട ഒരു ചായക്കടയിൽ നിൽക്കണ സാധാരണ കുട്ടിയാണ് അല്ലേ? लेकिन कलाम फिर कलाम है. इस झूठे आरोप के सामने भी अपनी दोस्ती का प्रण नहीं तोड़ता. ഈ നുണ, ഈ കുറ്റം എന്താണ് ആരോപിച്ചത് നുണയാണ് അറിയാം, എന്നാലും അവന് ദേഷ്യമില്ല. ആ ഫ്രണ്ട്ഷിപ്പിന് ദോസ്തി ക പ്രൺ നഹി തോടുത്ത, ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ കൂട്ടുകെട്ട്, ആ ഉറപ്പ് അത് പൊട്ടിക്കണില്ല. ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ ചോട്ടു വിചാരിക്കുക അവന്റെ അച്ഛന്റെ മേൽ കള്ളനാക്കി അത് ആരോപിച്ചു, എന്തിനാ ഞാൻ അവന്റെ ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് വേണ്ട. പക്ഷെ അവൻ ആ ഫ്രണ്ട്ഷിപ്പ് പൊട്ടിക്കണില്ല, ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ് झूठे ആരോപ്, ഈ നുണ, झूठ പറഞ്ഞ നുണയുള്ള ആ ആരോപം, ആരോപിച്ചത് എന്താണ്? ഈ ഇവന്റെ കളിപ്പാട്ടം ഇവനാണ് കട്ടെടുത്തത്, സാധനങ്ങൾ എന്തൊക്കെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്നി ദോസ്തി കപ്രൺ നെഹി തോർത്ത, ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ കൂട്ട് അത് പൊട്ടിക്കണില്ല. യേ ജാൻകർ कि राणा कुंवर को उससे की दोस्ती की सजा देंगे वह चोरी का इल्जाम सह जाता. എന്താ പറയണേ? यह जानकर कि राणा कुंवर उससे की दोस्ती, അപ്പം ഇന്റെ ഒപ്പം കൂട്ടുകെട്ടി ചോട്ടുവിന്റെ ഒപ്പം ഫ്രണ്ട് ആയതുകൊണ്ട് ചിലപ്പോ കുവർ പറഞ്ഞ രൺവിജയന് ചിലപ്പോ അടി കിട്ടും. സജാദേങ്കി പറഞ്ഞ ചിലപ്പോ അവന് ശിക്ഷിക്കും അവന്റെ പിതാവ്. ആര്? റാണ. അപ്പൊ റാണ കുവർ അവന്റെ ഒപ്പം റാണ പറഞ്ഞ രൺവിജയന്റെ പിതാജി എന്താ രാജകുമാരൻ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ദോസ്തി കി സജാ ദേങ്കി, ഇവര് രണ്ട് ഫ്രണ്ട്സ് ആണെന്ന് ആരെ ശിക്ഷിക്കുക? രൺവിജയന്. അതുകൊണ്ട് ചോരി ക ഇൽസാം, അതുകൊണ്ട് മിണ്ടാതെ അവൻ തന്നെയാണ് കുറ്റക്കാരനെന്ന് അത് അവൻ ഏറ്റെടുക്കാണ്. ചോരി ക ഇൽസാം സഹജാത്ത, അവനാണ് കട്ടെടുത്തെന്ന് ആ ആരോപം അവൻ സഹിക്കുകയാണ്. സഹജാത്ത പറഞ്ഞത് സഹിക്കുകയാണ്. ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ആ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ആര്? ചോട്ടു. पर उन्हें अपनी दोस्ती के बारे में नहीं बताता. പക്ഷെ രൺവിജയ് കൊടുത്തതാവും ഈ സാധനങ്ങളൊക്കെ. ആർക്ക്? ചോട്ടുവിന്. അവർ നല്ല ഫ്രണ്ട്സ് അല്ലേ? പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് ഇവൻ പറയണില്ല. उन्हें अपनी दोस्ती के बारे में नहीं बताता, ആ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് അവൻ പറയണില്ല. यही वह तय करता है कि वह अपनी चिट्ठी सीधे अपने हमनाम डॉक्टर कलाम को दिल्ली जाकर. അപ്പോ അവിടുന്ന് അവര് ദോസ്തി, ആ ഫ്രണ്ട്ഷിപ്പ് അവര് പൊട്ടിക്കണില്ല. ആ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഉറപ്പിക്കണത്? वह तय करता है कि वह अपनी चिट्ठी सीधे अपने हमनाम, ലെറ്റർ, ചിട്ടി പറഞ്ഞ എന്താണ്? ലെറ്റർ, ആരടുത്ത്? സ്ട്രെയിറ്റ് ആയിട്ട്
ആർക്ക് കൊടുക്കുക? ഇന്റെ പേരിൽ. ഹംനാം പറഞ്ഞാല് നേരിട്ട് സമാൻ ഇന്റെ പേരുള്ളതിന്. ഹംനാ പറഞ്ഞ ഒരുപോലെ പേര്. ഇപ്പൊ എന്റെ പേരും കലാമാണ്, രാഷ്ട്രപതിന്റെ പേരും കലാമാണ്. ഈ ലെറ്റർ ഞാൻ നേരിട്ട് ഡോക്ടർ കലാമിന്റെ അടുത്ത് കൊണ്ടുകൊടുത്തു. അക്ബർ സ്വയമായിട്ട് ഞാൻ തന്നെ ഈ ലെറ്റർ, ഹംനാ ഒരു പേര് സമാന പേരുള്ളത്. എന്റെ പേരും ഡോക്ടർ കലാമിന്റെ പേരും ഒരുപോലെയാണ്. അപ്പൊ ഈ ലെറ്റർ ഞാൻ നേരിട്ട് കലാമിന്റെ അടുത്ത്, ഡോക്ടർ കലാമിന്റെ അടുത്ത് കൊണ്ടുപോയി. और वह अकेला ही निकल पड़ता है. അങ്ങനെ അവൻ തന്നെ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. रास्ते में मुश्किलें हैं. വഴികളിലൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ ഉണ്ട്. लेकिन कथा के अंत में कलाम को अपनी मंजिल मिलती है. അപ്പൊ സിനിമ കഴിയുമ്പോൾ ആ കഥയിൽ എങ്ങനെയാണ് മൻസിൽ, അവൻ ആഗ്രഹിച്ച പോലെ ഉയരങ്ങൾ, അവന്റെ ഇഷ്ടപ്പെട്ട ആ ആംബിഷൻ ഉണ്ടായിരുന്നു, ആ ആഗ്രഹം, അതാണ് മൻസിൽ. അവിടെ അവന് എത്തിപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കഥയില് അവന്റെ മിഹിറിന്റെ ബച്പന്റെ കഥയില് നമുക്ക് വിഷമമുണ്ട്, മോർപാൽ എത്തിപ്പെടുന്നില്ല. പക്ഷെ ഈ സിനിമ കഥയില് എന്താണ്, ചോട്ടു അവന്റെ മനസ്സിൽ, അവന്റെ ഉയരങ്ങളിലേക്ക് അവൻ അവിടെ എത്തിപ്പെടുന്നുണ്ട്. കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് ചായക്കടയിൽ നിൽക്കണ കുട്ടി എങ്ങനെയാണ് ദില്ലിയിലെ ഉയരങ്ങൾക്ക്, ഇപ്പോ വഴികളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, മുഷ്കിൽ റാസ്തമേ മുഷ്കിലേ ഹേ, എല്ലാ ബുദ്ധിമുട്ടും നേരിട്ടിട്ട് അവന്റെ ആഗ്രഹം അവന് നേടിയെടുത്തു. അപ്പൊ വേർ there is a will, there is a way. അല്ലെ, ഒരു ചൊല്ലി പ്രോവർബില്ലേ, where there is a will, where there is a will, there is a way. അപ്പൊ നമ്മൾ എന്ത് നേടണമെങ്കിലും നമ്മള് കഷ്ടപ്പെടണം. നോ പെയിൻ നോ ഗെയിൻ. റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. എന്ത് നേടണമെങ്കിലും നമുക്ക് നല്ല കഷ്ടപ്പെടണം. ഈ കഥയിൽ നമുക്ക് മനസ്സിലാവണത്, രണ്ട് കഥയിലും കൂട്ടുകാര് വിപരീതമുള്ള ഇതായിരുന്നു. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അവര് ബെസ്റ്റ് ഫ്രണ്ട്സില് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അവർ വേർതിരിവുണ്ടായിരുന്നില്ല. പരസ്പരം സഹായിക്കണ, പരസ്പരം സ്നേഹിക്കണ ഒരു ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ആദ്യത്തെ കഥയിലത്തെ മിഹിറും മോർപാലുമാണ് ഫ്രണ്ട്സ്. രണ്ടാമത്തെ കഥയിൽ ചോട്ടും രൺവിജയ്. ചോട്ടു സ്വന്തം പേരിട്ടത് എന്താണ്, കലാംന്ന്. അവന് ആരെ പോലെ ആവണം, രാഷ്ട്രപതി ഡോക്ടർ കലാമിന്റെ പോലെ ആവണം. അപ്പൊ ഈ പാഠം നന്നായി മനസ്സിലാക്കുക. രണ്ട് കഥകളുണ്ട്, ക്യാരക്ടേഴ്സ്, ആരൊക്കെ എന്തൊക്കെ ഇഷ്ടമില്ലാത്തതും ഇതൊക്കെ മനസ്സിലാക്കണം. രൺവിജയ് കോൺ താ, ആരായിരുന്നു രൺവിജയ്? ഠാണി കെ റാണ കാ ബേട്ട. ആരായിരുന്നു? ഠാണി കെ റാണ കാ ബേട്ട. പിന്നെ രൺവിജയ് കോ കോൺ ഭാഷൺ ലിക്കർ ദേത്താ ഹൈ. ആരാണ് ഭാഷണം എഴുതി കൊടുക്കുന്നത്? ചോട്ടു അല്ലെ. പ്രസംഗം അവതരിപ്പിക്കാൻ പറഞ്ഞിട്ട്, എന്നിട്ട് എന്തേ കിട്ടിയത് അവന്? രൺവിജയന് പ്രഥം പുരസ്കാർ അല്ലെ, ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ട്. രൺവിജയ് പരേഷാൻ ഹേ ക്യൂ. എന്തുകൊണ്ടാണ് അവന് ഭയങ്കര പരേഷാൻ? അവന് ഹിന്ദിയില് അവന് അത്ര പോരാ അല്ലെ. രൺവിജയ് കോ ഹിന്ദി ഭാഷൺ പ്രതിയോഗിത മേ ഭാഗ് ലേന ഹെ. അവന് പ്രസംഗത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു, പക്ഷെ ഉസ്കി ഹിന്ദി ബഹുത് അച്ഛി നഹി ഹെ. അതുകൊണ്ട് അവന് ഭയങ്കര വിഷമം. ഇപ്പൊ നമ്മുടെ ചോട്ടു ഇതിലത്തെ കഥാപാത്രമാണ്? നീൽ മാധവ് പാണ്ഡ കി ഐ ആം കലാം. ഏതാണ് സിനിമയുടെ പേര്? ഐ ആം കലാം. ഫിലിം കാ പ്രമുഖ് പാത്ര ഹെ ചോട്ടു അല്ലെ. പ്രമുഖ കഥാപാത്രമാണ് ചോട്ടു. ഠാണി കി ചായ് കി ദുകാൻ മേ കാം കർ. ഗ്രാമത്തിലൊരു ചെറിയ ചായപ്പീടിയിൽ പണിയെടുക്കുന്നു. ഉസ്ക സപ്ന ഹെ സ്കൂൾ ജാക്കർ പഠന കലാം ജैसे മഹാൻ ആദ്മി ബന്ന. അല്ലെ, അവന് എങ്ങനെയാവണം? വലിയ ഡോക്ടർ കലാമിന്റെ പോലെ വലിയൊരു ആള് ആവണം. പിന്നെ വോ സീഖ്നെ മേ തേജ് ഹെ ഹമേശ ദൂസറോ സെ ഖുഷി കാ വ്യവഹാർ കർത്താ. അല്ലെ, എന്ത് ഭാഷ പഠിക്കാനോ പെട്ടെന്ന് പഠിച്ചെടുക്കും. പിന്നെ അവൻ എല്ലാവരോടും നല്ലതിലാണ് പെരുമാറുന്നത്. ഉസ്കി ഹിന്ദി ബഹുത് അച്ഛി ഹെ. അല്ലെ, ഹിന്ദി ബഹുത് അച്ഛി. അതുകൊണ്ടാണ് രൺവിജയ്ക്ക് അവൻ പ്രസംഗം എഴുതി കൊടുക്കുന്നത്, പിന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. വോ അപ്നി മിത്രത കാ അഗിഡ് രഹനെ വാല. മിത്രത, അവിടെ ഒരു കോട്ടവും കിട്ടാതെ, ഒരു പോറലും ഏൽക്കാതെ അവന് ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നുണ്ട്. അവന്റെ അടുത്ത് അവന് കള്ളനായിട്ട് ആരോപിച്ചിട്ടും അവന് അതിന്റെ ഒരു ദേഷ്യം ഒന്നുമില്ല. ആ ഫ്രണ്ട്ഷിപ്പ് അവന് നിലനിർത്തുന്നുണ്ട്. ഇതാണ് ചോട്ടുവിന്റെ ക്യാരക്ടർ സ്കെച്ച്. അതുപോലെ തന്നെയാണ് മോർപാലിന്റെയും. മോർപാലിന്റെ നമ്മൾ പറഞ്ഞില്ലേ ഏതൊക്കെയാണ്
ഇഷ്ടങ്ങളും അവന്റെയും ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു സ്നേഹമുള്ളതാണ്, ദേഷ്യമൊന്നും ഇല്ല, ഒരു വേറെ വേർതിരിവോ ഒന്നും ഇല്ല നമ്മൾ ഈ കഥയിൽ കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ കലാമിന്റെയും രൺവിജയന്റെ ഒക്കെ സംഭാഷണം എന്താണ്, അവിടെ ഇംഗ്ലീഷ് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സവാരി അറിയോ, എന്താണ് കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ അറിയോ, അപ്പൊ ചോദിക്കാൻ എനിക്ക് ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ അറിയോ, അതിനെ ചികിത്സിക്കാൻ അറിയോ, അങ്ങനെ ഇവരെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങണത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, സമ്പത്ത് പഹചാനെ ലേഖ് മേ ഉചിത് ശബ്ദ ചുൻകർ റിക്ത് സ്ഥാൻ കി പൂർത്തി കരെ. എന്താണ് സിനിമ കാ നാം, സിനിമയുടെ പേരെന്താണ്, ഐ ആം കലാം. എന്താണ് സിനിമയുടെ പേര്, ഐ ആം കലാം. ഫിലിം നിർദ്ദേശക ആരായിരുന്നു, നീൽ പാണ്ഡ. ഫിലിം കാ നായക് ചോട്ടു. മിഹിർ കാ മിത്ര കാ നാം എന്താണ്, മിഹിർ കാ മിത്ര കാ നാം മോർപാൽ. छोटू का मित्र रणविजय. समीक्षा के लेखक ആരാണ്, മിഹിർ. എന്താണ് സിനിമയുടെ പേര്, ഐ ആം കലാം. ഐ ആം കലാം. ഫിലിം നിർദ്ദേശക് എന്തായിരുന്നു, ഫിലിം നിർദ്ദേശക് നീൽ മാധവ് പാണ്ഡ. നീൽ മാധവ് പാണ്ഡ. നീൽ മാധവ് പാണ്ഡ. ഫിലിം കാ നായക്, ഫിലിം കാ നായക് ആരാണ്, ചോട്ടു. ചോട്ടുവിന്റെ ചോട്ടു എന്താണ് പേരിട്ട്, കലാം. മിഹിർ കെ മിത്ര കാ നാം മോർപാൽ. ചോട്ടു കാ മിത്ര രൺവിജയ്. സമീക്ഷ കെ ലേഖക് ആരാണ്, മിഹിർ. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ രണ്ട് കഥകളിലും പോണത്. രണ്ട് കഥകളും ശ്രദ്ധിക്കണം. രണ്ട് കഥകളിലും എന്താണ് വ്യത്യാസം ഉണ്ട്. ഒരാളുടെ ഉയരങ്ങളിൽ എത്തണുണ്ട്, ആര്, ചോട്ടു. മോർപാൽ എത്തണില്ല. പിന്നെ രണ്ടുപേരും ഈ ഫ്രണ്ട്ഷിപ്പ് ആവണത് എന്താണ്, ആദ്യത്തേതില് മിഹിറിന്റെ ഭക്ഷണം അദലാ ബദലി, ഇതിലെന്താണ് പഠിപ്പിക്കല്, ലേൻ ദേൻ, സവാരിയും മരം കയറാനും ഒക്കെ പഠിപ്പിക്കണം. അങ്ങനെയാണ് ഇവര് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങണത്. അപ്പൊ ഫിലിം കാ ക്യാ നാം ഹെ, ഐ ആം കലാം. കോൺ സിനിമ ദേഖ് രഹാ ഹെ, ആരാണ് സിനിമ കാണുന്നത്, മിഹിർ അല്ലേ. ഫിലിം നിർദ്ദേശക का क्या नाम है, ഫിലിം നിർദ്ദേശകാരൻ നീൽ മാധവ് പാണ്ഡ. കലാം का असली नाम क्या है, കലാമിന്റെ ശരിക്കുള്ള പേര് എന്താണ്, ചോട്ടു. കലാം കഹാ കാം കർത്താ ഹെ, എവിടെയാണ് പണിയെടുക്കണത്, ചായ് की दुकान. കലാം को दोस्त का क्या नाम है, കലാമിന്റെ ദോസ്തിന്റെ പേരെന്താണ്, രൺവിജയ്. കിസ്കോ സ്കൂൾ ജാന പസന്ത് നഹി, ആർക്കാണ് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത, രൺവിജയ്. किसको पेड़ पर चढ़ना आता है, കലാം. ആർക്കാണ് മരത്തുമ്മ കയറാൻ അറിയണത്, ചോട്ടു അല്ലെങ്കിൽ കലാം. കിസ്കോ ഗുഡ് സവാരി ആത്താ ഹെ, ആർക്ക് ഗുഡ് സവാരി അറിയാ, രൺവിജയിന്. ചോട്ടു ആരെ പോലെ ആവാൻ ആഗ്രഹിക്കും, കിസ്കെ ജൈസ ബന്നാ ചാഹത്ത ഹെ, ഡോക്ടർ കലാം, നമ്മുടെ രാഷ്ട്രപതിന്റെ പോലെ അല്ലെ. കിസ്കി ഹിന്ദി അച്ഛി ഥി, ആര് ഹിന്ദിയാണ് ഏറ്റവും നല്ലത്, ചോട്ടുവിന്റെ. കിസ്കി ഹിന്ദി അച്ഛി നഹി ഥി, ആര് ഹിന്ദിയാണ് നല്ലതായിരുന്നില്ല, രൺവിജയന്റെ അല്ലെ. എന്നിട്ട് ആരാണ് പ്രസംഗം എഴുതി കൊടുക്കണത്, ചോട്ടു. എന്നിട്ട് എന്താണ് രൺവിജയന് കിട്ടുന്നത്, ഫസ്റ്റ് പ്രൈസ്, പ്രഥം പുരസ്കാർ. മോർപാൽ കോൺസി കക്ഷാ മേ പഠായി ഛോഡ് ദി, ഏത് ക്ലാസ്സിലാണ് പഠിത്തം വിട്ടത്, മോർപാല് 8वीं ക്ലാസ് മേ. പിന്നെ എന്താണ്, ചോട്ടു ഉയരങ്ങൾക്ക് ഉസ്കി മൻസിൽ പാത്തി ഹെ കി നഹി, വോ മൻസിൽ എത്തുന്നുണ്ടാവാൻ ചോട്ടു, യെസ്.
അവൻ എത്തുന്നുണ്ട്. ചോട്ടു അവന്റെ ആഗ്രഹിച്ച ആ ഉയരങ്ങൾക്ക് അവന് എത്തുന്നുണ്ട്. പിന്നെ ആര് മുകളിലാണ് കള്ളനായിട്ട് ആരോപിക്കുന്നത്? അതാരായിരുന്നു? ചോട്ടുവിനെ. അതാരാ ചെയ്യണത്? രൺവിജയന്റെ പിതാജി. എന്തുകൊണ്ട്? അവന്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടി. രൺവിജയന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവര് കൊടുത്തതാണ്. कथा में अंत में किसको अपनी मंजिल मिलती? കഥയുടെ അവസാനം ആർക്കാണ് അവര് ആഗ്രഹിച്ച പൊസിഷനിൽ എത്താൻ പറ്റുന്നത്? കലാമിന്. കോൺ ദില്ലി ജാനാ ചാഹത്ത ഹെ? ആർക്കാണ് ദില്ലി പോവാൻ ഇഷ്ടം? കലാമിന് ഉയരങ്ങളിൽ എത്തണം. ചോട്ടു കിസ് വിദേശി കാ ദിൽ ജീത്ത് ലേത്താ ഹെ? ഏത് വിദേശിയുടെ ഹൃദയമാണ് മനസ്സ് കീഴ്പ്പെടുത്തുന്നത്? എല്ലാ ഭാഷയും അവന് പഠിക്കാൻ ഭയങ്കര എളുപ്പം, എല്ലാം പഠിക്കാൻ തേജ് ഥാ, അവനെല്ലാം വേഗം പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോ ലൂസി മാഡം അല്ലേ? എന്താണ് സമാൻ പേരുള്ള ആളെ നമ്മൾ എന്താ പറയാ? ഹംനാം. ദേഹാത്ത് പറഞ്ഞാല് ഗാവ്. എന്താണ് ദേഹാത്ത് പറഞ്ഞാൽ? ഗാവ്. ദേഹാത്തിലായിരുന്നു. അവിടെ നിന്നാണ് അവന്റെ അമ്മ അവനെ ചായക്കടയിൽ കൊണ്ട് ആക്കണത്. അതാണ് ഇതില് കഥ. ദേഹാത്തില് അവന് ഈ ചായക്കടയിൽ കൊടുന്ന് ആക്കുകയാണ്. ഇതാണ് രണ്ട് സ്റ്റോറി. ശ്രദ്ധിച്ചു ചെയ്യുക. ഐ ആം കലാം കി ബഹാനെ പറഞ്ഞ ആ കലാമിന്റെ പോലെ ആവണം, അതിന്റെ പോലെ ആവാൻ ആഗ്രഹിച്ചത്. ആ ബഹാനെ പറഞ്ഞ അതുപോലെ ആവണം എന്നായിരുന്നു ചോട്ടുവിന്റെ ആഗ്രഹം. ആ ചോട്ടു ആ ആഗ്രഹം, അവന്റെ സ്വപ്നം പൂർത്തിയാവണുണ്ട്. അവനവന്റെ വിചാരിച്ച ആംബിഷൻ, ആഗ്രഹം അവൻ നേടുന്നുണ്ട്. പല ബുദ്ധിമുട്ടുകളും നമ്മളും അങ്ങനെ തന്നെ ആവണം. എന്ത് നേടണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയാലേ നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് മോർപാലിന്റെ അവസ്ഥയിൽ നമുക്ക് വിഷമം തോന്നുന്നു അല്ലേ? പാവൻ എല്ലാ പണിയും എടുത്തിട്ട് വേണം അവന് വീട്ടിൽ നിന്ന് വരാൻ. സ്കൂളിലേക്ക് 12 കിലോമീറ്റർ ദൂരെ സൈക്കിൾ ചവിട്ടിയിട്ടാണ് അവൻ വന്നിരുന്നത്. പക്ഷെ അവന്റെ വീട്ടിലത്തെ അവസ്ഥ കാരണം അവന് ഉയരങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. അതിന്റെ ഒരു വിഷമം മിഹീറിനുണ്ട്. ആ സിനിമ കണ്ടപ്പോ എന്താണ്, ഇന്റെ കുട്ടിക്കാലം ഈ സിനിമയിലത്തെ കഥയും ഒരുപോലെ നമുക്ക് തോന്നും അല്ലെ? രണ്ടുപേരും ഏകദേശം ഒരു ക്യാരക്ടേഴ്സിനെയാണ് തോന്നണത്. അപ്പോ നമുക്ക് മോർപാലിന്റെ അവസ്ഥ കാണുമ്പോ നമുക്ക് വിഷമം തോന്നും. അവന് വീട്ടില് പിതാജീന്റെ ഒപ്പം വലിയ മുറിയെ പണി എടുത്തിട്ട് വേണം ചെയ്യണം. അപ്പൊ അവന്റെ പഠിത്തം അവിടെ വിട്ടു പോവാണ്. അവനോട് പഠിത്തം വേണ്ട, വീട്ടിന്റെ അവസ്ഥ അത്രയും മോശമായിരുന്നുകൊണ്ട് അത് നമുക്ക് മനസ്സിലാവും അല്ലെ? ഒരു ജോഡി ഡ്രസ്സ്, അവന് യൂണിഫോം പറഞ്ഞ എല്ലാ പരിപാടിക്കും അവൻ അത് തന്നെ ഇട്ടിരുന്ന്. പിന്നെ സ്കൂളിലേക്ക് മോരാണ്. അതുകൊണ്ടൊക്കെ എങ്ങനെ വിശപ്പ് മാറുക? അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. വീട്ടിലത്തെ അവസ്ഥ കാരണം അവന്റെ എന്താണ് പഠിത്തം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതൊരു പ്രയാസം തന്നെയാണ് അല്ലെ? മിഹീറിനും അതൊരു പ്രയാസം തോന്നുന്നുണ്ട്. ആ സിനിമ കാണുമ്പോൾ അവന്റെ കുട്ടിക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ രണ്ട് കഥകളും നല്ല പോലെ വായിക്കുക, അത് മാറി പോവരുത്. ആദ്യം പറയണത് മിഹീറാണ് ലേഖകൻ. ആര്? ഐ ആം കലാം കി ബഹാനെ പറഞ്ഞ മിഹീറിന്റെ കുട്ടിക്കാലം പറയാണ്. അത് മിഹീറും മോർപാലുമാണ്. അങ്ങനെ മിഹീർ ഒരു സിനിമ കാണാൻ പോവുകയാണ്. സിനിമയുടെ പേരാണ് ഐ ആം കലാം. അത് നീൽ മാധവ് പാണ്ഡ നിർദ്ദേശം ചെയ്ത സിനിമയാണ്. ആ സിനിമയിലത്തെ ക്യാരക്ടേഴ്സ് ആണ് രൺവിജയും ചോട്ടും. ചോട്ടു സ്വന്തം പേരിടുകയാണ് കലാംന്ന്. അവന് ഉയരങ്ങളിൽ എത്തണം ഡോക്ടർ കലാമിന്റെ പോലെ. അപ്പൊ ഇതാണ് കഥ. ടെക്സ്റ്റ് നന്നായി വായിക്കുക.